മലപ്പുറം നിലമ്പൂർ അകമ്പാടത്ത് കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മതിൽമൂല സ്വദേശി നാലകത്ത് സിദ്ദിഖിന്റെ കൃഷിയിടത്തിലാണ് കാട്ടാന നാശനഷ്ടം വരുത്തിയത്. സോളാർ വൈദ്യുത തൂക്കുവേലിക്ക് മുകളിലേക്ക് മരങ്ങൾ ചവിട്ടി മറിച്ചിട്ട ശേഷമാണ് കൃഷിയിടത്തിലേക്ക് കാട്ടാന പ്രവേശിച്ചത്. ഇക്കാര്യം പഞ്ചായത്ത് പ്രതിനിധികളെ അറിയിച്ചപ്പോൾ കാട്ടാന ആളുകളെ അപായപ്പെടുത്തിയാൽ ഇടപെടാം എന്ന മറുപടിയാണ് ലഭിച്ചതെന്നും ഈ വിഷയത്തിൽ യോഗം വിളിക്കാൻ പോലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല എന്നും സിദ്ദിഖ് പറഞ്ഞു. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 7 തവണയാണ് സിദ്ദിഖിന്റെ കൃഷിയിടത്തിൽ കാട്ടാനകൾ നാശം വിതയ്ക്കുന്നത്. 10 ഏക്കർ കൃഷിസ്ഥലത്ത് ഇനി അവശേഷിക്കുന്നത് ഏതാനും വാഴകളും കപ്പകളും മാത്രമാണ്. സോളാർ വൈദ്യുത തൂക്കുവേലികളും ആനകൾ തകർത്തു തുടങ്ങിയതോടെ കർഷകർ ഭീതിയിലാണ്. അധികൃതർ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെയും നാട്ടുകാരുടെയും ആവശ്യം. അത് വന്നിട്ട് ഇപ്പോൾ എന്താ വെച്ചാൽ തൂക്ക് ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ അതിലേക്ക് വന്ന് കുറേ കവുങ്ങ് മറിച്ചിട്ട്, പക്ഷെ അതൊന്നും അതിൽ തട്ടിയില്ല. പിന്നെ അതിൻ്റെ അടുത്ത് വേലിക്കരികിൽ വലിയൊരു മരമുണ്ട്, അതിലേക്ക് മറിച്ചിട്ടിട്ട് ആനകൾ കയറി വ്യാപകമായിട്ട് നശിപ്പിച്ചു. 1 മാസം കഴിഞ്ഞാൽ വെട്ടാവുന്ന കൊലകളാണ്. ഞാനാണെങ്കിൽ വളരെ പ്രയാസത്തിലാണ്. 2 മാസം വരെ നേന്ത്രക്കായ്ക്ക് വിലയില്ല. ഇപ്പോൾ ചെറിയൊരു വില കൂടുതലുണ്ടായി. ഇപ്പോൾ ആന നശിപ്പിക്കുക ആ ഒരു അവസ്ഥയിലാണ്. ഇതിപ്പോൾ 9ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഈ 2 മാസത്തിലിടക്ക് ആന കയറുന്നത്. ഞാൻ കഴിഞ്ഞ 14-ാം തീയതിയിൽ ആന കയറി. കുറേ കാപ്പിയിൽ കടന്ന് ഉരുണ്ട് പോയി. ഞാൻ ആ ഭാഗം ഫെൻസിങ്ങൊക്കെ തൂക്കി പിന്നെ ശരിയാക്കി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫോറസ്റ്റിൽ പരാതി ഓൺലൈനിൽ കൊടുക്കാൻ ചെന്നപ്പോൾ അവിടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ. അയാളോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഭയങ്കരമായിട്ട് ശല്യമാണല്ലോ, ഒരു മീറ്റിങ്ങെങ്കിലും വിളിച്ച് നമുക്ക് നമ്മളെ വികാരം പ്രകടിപ്പിക്കാനെങ്കിലും ഒരു അവസരം ഉണ്ടാക്കി തന്നൂടെ ചോദിച്ചപ്പോൾ പറഞ്ഞേ, ഒരാളെ കൊല്ലട്ടെ എന്നെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുള്ളൂ, അല്ലാതെ ഇതിനൊരു തീരുമാനം ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പം ഇനി ഞാൻ എൻ്റെ തീരുമാനം എന്താ വെച്ചാൽ, ഞാൻ ആന വന്ന് ആനൻ്റെ അടുത്ത് വടിയും കൊണ്ട് അടിക്കാൻ ചെല്ലുക, അപ്പോൾ ആന എന്നെ കൊന്നോട്ടെ. ഇപ്പോൾ ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞ അതിൽ ഒരാളെ കൊല്ലണം, എനിക്ക് രക്തസാക്ഷിയാകാമല്ലോ, ബാക്കി കർഷകർ രക്ഷപ്പെടട്ടെ അതിൻ്റെ പേരിൽ. അങ്ങനെ ആയി നമുക്ക് മറ്റുള്ളവരും രക്ഷപ്പെടുമല്ലോ. പോരാത്ത അത് മാത്രമല്ല, 10 ലക്ഷം റുപ്യ നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. എൻ്റെ കടം മക്കൾ വീട്ടും. 4 പെൺകുട്ടികളാണ് എനിക്ക്, അല്ലാതെ അവർക്ക് വേറെ മാർഗ്ഗമൊന്നും ഉണ്ടാവില്ല എൻ്റെ കടം വീട്ടാൻ. അപ്പോൾ ഈ വന്യമൃഗശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, തെരുവുനായ ശല്യം, വന്യമൃഗശല്യം കൊണ്ട് ജനം പൊറുതിമുട്ടിയിട്ടുണ്ട്. ഇത് പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി ഗവൺമെൻറ് സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാർഷിക വിളകൾ നശിപ്പിച്ചതിൻ്റെ ഭാഗമായി അവർക്ക് വന്നിട്ടുള്ള നഷ്ടം, ആ നഷ്ടം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലും കൂടി ഉണ്ടാകണം. മലപ്പുറം തിരൂരിൽ 15-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ യുവാവിന് 51 വർഷം കഠിന തടവും 1,90,000 രൂപ പിഴയും ശിക്ഷ. തിരൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയായ ഷംസാദിനെയാണ് തിരൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. പോക്സോ നിയമവും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകളും